guys, welcome to Arana Race, Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു സ്പീഡ് മോക്ക് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ കുറേ നാളുകൊണ്ട് ഒരു സ്പീഡ് മോക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന CGL CHSL എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്പീഡ് മോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്പീഡ് മോക്കിൽ ഒരു ക്വസ്റ്റിന് 30 സെക്കൻഡാണ് നമ്മൾ തരുന്നത്. ആ 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ആ 30 സെക്കൻഡ് നിങ്ങൾക്ക് ടൈമർ തരും. ആ ഇതിനുള്ളിൽ ചെയ്ത് അതേപോലെ തന്നെ നമ്മളിതിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? All cricketers are wealthy, some wealthy are Indians, all Indians are honest. കൺക്ലൂഷനിൽ പറയുന്നത് എന്താണ്? All Indians are cricketers and some cricketers are honest. ഇതൊരു വെൻ ഡയഗ്രാം വെച്ചിട്ടാണ്, സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നോക്കി, എന്താണ്? ഓൾ ക്രിക്കറ്റേഴ്സ് ആർ വെൽത്തി അല്ലേ? എല്ലാ ക്രിക്കറ്റേഴ്സും എന്താണ്? വെൽത്തി ആണ്. ഓൾ ക്രിക്കറ്റേഴ്സ് ആർ വെൽത്തി. സം വെൽത്തി ആർ എന്താണ്? ഇന്ത്യൻസ്. സം വെൽത്തി ആർ എന്താണ്? ഇന്ത്യൻസ്. ഇനി ഓൾ ഇന്ത്യൻസ് ആർ ഹോണസ്റ്റ്. ഓൾ ഇന്ത്യൻസ് ആർ ഹോണസ്റ്റ്. ഈ ഒരു രീതിയിലാണല്ലേ വെൻ ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഓൾ ക്രിക്കറ്റേഴ്സ് ആർ വെൽത്തി, ഓൾ എന്താണ്? സം വെൽത്തി ആർ ഇന്ത്യൻസ് ആൻഡ് എന്താണ്? സം ഇന്ത്യൻസ് ആർ ഓൾ ഇന്ത്യൻസ് ആർ ഹോണസ്റ്റ്. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. എന്നാൽ എന്തൊക്കെയാണ് കൺക്ലൂഷൻ വന്നേക്കുന്നത്? ഓൾ ഇന്ത്യൻസ് ആർ ക്രിക്കറ്റേഴ്സ്. ഓൾ ഇന്ത്യൻസ് ആർ ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, കുറച്ച് പേര് ഇത് നമുക്ക് ക്രിക്കറ്റേഴ്സ് ആണോ എന്നല്ലേന്ന് അറിയത്തില്ല അല്ലേ? സോ ഇത് ഡിഫൈൻഡ് അല്ല. സോ അത് തെറ്റായിട്ടുള്ളതാണ്. അടുത്ത എന്താണ്? സം ക്രിക്കറ്റേഴ്സ് ആർ ഹോണസ്റ്റ്. കുറച്ച് ക്രിക്കറ്റേഴ്സ് ഹോണസ്റ്റ് ആണെന്ന് ആ വെൻ ഡയഗ്രത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതും എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ രണ്ടും തെറ്റാണല്ലേ? അപ്പോൾ രണ്ടും തെറ്റാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നെയ്തർ കൺക്ലൂഷൻ 1, നോ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്ന് വെച്ചാൽ നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? DMHR AJEO XGBL RAVF എന്നാണ് അല്ലേ? സോ ഇതൊരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് അതിൻ്റെ പോസ്റ്റൽ വാല്യൂസ് എഴുതി നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 4, 13, 8 ആൻഡ് ഇത് എത്രയാണ്? 18. ഇറ്റ് ഈസ് എന്താണ്? DMHR. ഇനി അത് കഴിഞ്ഞ് അതെന്താവുന്നത്? AJEO അല്ലേ? ഇത് എത്രയാണ്? 1, 10, 5 ആൻഡ് ദിസ് ഇസ് 15. സോ നോക്കി, ഇവിടെ എന്താണ് ചെയ്തേക്കുന്ന ഓപ്പറേഷൻ? -3 എല്ലാത്തിൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞേക്കാണല്ലേ? സോ -3 എല്ലാത്തിൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ AJEO അല്ലേ? സോ നമുക്ക് കറക്റ്റ് ഇതെന്താണ്? അപ്പോൾ ഓരോന്നിൽ നിന്ന് എന്താണ്? -3 സബ്ട്രാക്ട് ആവുകയാണ്. സോ നമുക്ക് XGBLൻ്റെ നോക്കാം. ഇത് 24, 3 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 21. U ഇവിടുന്ന് 12 ആണ്. 3 മൈനസ് ചെയ്യുമ്പോൾ എത്ര? 9 വരും അല്ലേ? 9 എന്ന് വെച്ചാൽ എന്താ? I.
യുവും ഐയും വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്, നമുക്കപ്പോൾ എല്ലാം ചെയ്ത് നോക്കണം. സോ ഇത് ജി ആണ് 7, 7ൽ നിന്ന് 3 പോയാൽ എത്ര വരുന്നത് 4 ആണ്. സോ 4 എന്ന് പറഞ്ഞാൽ എന്താണ് ഡി, ആൻഡ് ദിസ് ഇസ് 2 ആണ്, 2ൽ നിന്ന് 3 പോയാൽ അല്ലേ. എക്സ് വൈ, സോ യു ഡി വൈ ഐ അല്ലേ, യു ഡി വൈ ഐ ഇതാണ് സോ യു ഡി വൈ ഐ. കറക്റ്റ് ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ 1 യു ഡി വി ഐ, സോറി യു ഡി വൈ ഐ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ്? ഓപ്ഷൻ 1. എല്ലാത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു 3 സബ്ട്രാക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലാങ്ക് ഈസ് റിലേറ്റഡ് ടു എം ടി ഇൻ ദ സെയിം വേ ഓയിഡ് ഈസ് റിലേറ്റഡ് ടു. വളരെ എളുപ്പമുള്ളൊരു എന്താണ്, ഒരു സിനോണിം പോലെ വരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ എന്താണ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എം ടി ആണ്, എന്നാൽ ഓയിഡ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തേക്കുന്നത് എന്താണെന്നല്ലേ. സോ ബ്ലാങ്ക് എം ടി, ഓയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഓയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സിനോണിം, ബ്ലാങ്കിൻ്റെ സിനോണിം ആണ് എം ടി. അതുപോലെ ഓയിഡിൻ്റെ സിനോണിം എന്താണ്? വാക്വം അല്ലേ. ഓപ്ഷൻ 2 വാക്വമാണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് വെരാൻഡ റേസിൻ്റെ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ബേസിക് ക്ലാസ്, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു 6 ലെവൽസിലൂടെയാണ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ക്ലാസ് നമ്മുടെ ഫാക്കൽറ്റീസിനെ വെച്ചൊരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സർക്കിൾ സെഷനാണ്. ഈ പോയിട്ടുള്ള ക്ലാസ്സുകൾക്കെല്ലാം ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു സർക്കിൾ സെഷൻ പോകും. ഒരു മെറ്റീരിയൽ നല്ല ഒരു 10-50 ക്വസ്റ്റ്യൻസ് പോകുന്നതാണ് ഈ സർക്കിൾ സെഷൻ. അത് കഴിഞ്ഞ് ഒരു എക്സ്ട്രീം സർക്കിൾ വരും. എന്ന് വെച്ചാൽ ബേസിക് സർക്കിൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രീം സർക്കിൾ. അത് കഴിഞ്ഞൊരു സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് സെഷനാണ്. ഫോക്കസ് സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്ന കറൻ്റ്ലി ഓൺഗോയിങ് ഇപ്പോൾ വരാൻ പോകുന്ന എക്സാംസുകൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഫോക്കസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദെൻ ഒരു റിപ്പ് സെഷൻ, ഒരു മോക്ക് ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂ ഉള്ള എന്താണ് എക്സാംസിന് നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു 6 ലെവലിലൂടെയാണ് നമ്മുടെ എന്താണ് വെരാൻഡ റേസിൻ്റെ ഓരോ ആസ്പിറൻസും കടന്നു പോകുന്നത് അല്ലേ. സോ നമുക്ക് അഡ്മിഷൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ബാച്ചസിന് വേണ്ടിയിട്ടും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്പർ കോഡിംഗ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ സ്ക്വയറും ക്യൂബും ഒക്കെ എടുത്തൊന്ന് നോക്കുക. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ എന്താണ് 19:363, 13:171, 3:17, 7:51 ഈ ഒരു റേഷ്യോയിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താണ് 19ൻ്റെ സ്ക്വയർ എത്രയാണ്? 361 അല്ലേ. അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നതല്ലേ 363 എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ 19ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? 2 ആഡ് ചെയ്തല്ലേ. 361 + 2 ആണ് 63. സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കി 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169 + 2 എത്ര? 171. സോ അതിൽ ഓഡ് വൺ ഔട്ട് ഏതായിരിക്കും?
3:17 അല്ലേ? 3:17 ആണ് ഓഡ് വൺ ഔട്ട്. ബാക്കിയെല്ലാം എന്താണ്? അതിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 2 ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ സ്ക്വയറിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത് ഒരു ഇതിൽ? അതിൽ ഓഡ് വൺ ഔട്ട് എന്താണ്? ഓപ്ഷൻ 3 ആണല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡെഫ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തേക്കുന്നത് 4, 5, 1, 6 ആയിട്ടാണ്. കിൽ എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് 11, 9, 1, 1, 2, 1, 2 ഈ ഒരു രീതിയിലാണ്. എന്നാൽ ലോഡ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തേക്കുന്നത് ഏത് നമ്പറിലോട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നോക്കി ഡെഫ് എന്ന് പറയുന്നത് എന്താണ്? 4, 5, 1, 6 എന്ന് കോഡ് ചെയ്തേക്കുന്നു. കിൽ എന്ന് പറഞ്ഞേക്കുന്ന കോഡ് ചെയ്തേക്കുന്നതാണ് 11, 9, 1, 2, 1, 2 എന്നല്ലേ? സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഈ ഡെഫ് DEA ഇതിൻ്റെ പൊസിറ്റീവ് വാല്യൂസ് എന്ന് എഴുതുവാണ് 4, 5, 1, 6. സോ ഈ രീതിയിൽ തന്നെ അല്ലേ പോയേക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ്ലി എന്താണ് അതിൻ്റെ പൊസിറ്റീവ് വാല്യൂസ് തന്നെ എഴുതി വെച്ചേക്കാണ് അല്ലേ? അപ്പോൾ ലോഡിൻ്റെ പൊസിറ്റീവ് വാല്യൂ എന്തായിരിക്കും? LOR 12, 15, 18 ആൻഡ് എത്രയാണ്? 4. സോ ഇത് വരുന്ന ഓപ്ഷൻ ഏതാണ്? 12, 15, 18, 4 ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ്. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ പ്ലസ് മീൻസ് എന്താണ്? സബ്ട്രാക്ഷൻ ആണല്ലേ? പ്ലസ് മീൻസ് സബ്ട്രാക്ഷൻ, മൈനസ് മീൻസ് ഇൻറ്റു, മൾട്ടിപ്ലിക്കേഷൻ, ഇത് ഡിവൈഡഡ് ബൈ ആണ്. ഡിവൈഡഡ് ബൈ മീൻസ് എന്താണ്? അഡീഷൻ, and into means division. Okay, then what is the value of ഈ ഒരു നമ്പർ ആണ് 23 minus 31 plus 135 into 15 divided by 60. divided by 60. സോ ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ പ്ലസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, എന്താണ് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡീഷൻ ആണ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പോൾ എന്താണ് വാല്യൂസ് MOT ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ വരുന്നതാണ്. ജസ്റ്റ് വാല്യൂസ് മാറി മാറി നിൽക്കുകയാണ്. ഒന്ന് ചെയ്തു നോക്കാം, 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ നോക്കി, പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്, മൈനസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവൈഡ് എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ, ആൻഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ എന്നാണ്. അപ്പോൾ ഈ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ അത് എടുത്തെഴുതുന്നു. പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ദെൻ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ, ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ അല്ലേ? സോ നമ്മൾ ഓരോന്ന് എഴുതുന്നു. 23 മൈനസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലസ്, മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു 31. പിന്നെന്താണ്? പ്ലസ് എന്ന് പറയുന്നത് എന്താ? മൈനസ് 23 ഇൻറ്റു 31. പിന്നെന്താണ് അടുത്തേ? മൈനസ് 135 ഇൻറ്റു എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ഡിവൈഡ് ബൈ അല്ലേ? ഡിവൈഡ് ബൈ 15, ഡിവൈഡ് എന്താണ്? പ്ലസ് എന്താണ്? 16. സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഇത് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്?
സോ ഇവിടെ നോക്കുക 15ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതാണല്ലേ 135. എത്രയാണ് 15 × 9 -9 + 16. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, കാരണം ലാസ്റ്റ് ഡിജിറ്റ് എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആണല്ലേ. ഇവിടെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരുന്നത് 3 3 - 6 + 16 അല്ലേ 9. സോ 0 ആണ് വരുന്നത്. സോ 0 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, ഇനി ചെയ്ത് നോക്കണം, കാരണം 0 വരുന്ന 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഇത് ചെയ്ത് വരുമ്പോൾ എനിക്ക് എത്ര വരും 23 × 31 അല്ലേ. -713 - 9 + 16. ഇത് വരുന്നത് എത്രയാണ് 700. സോ എത്രയാണ് 720 എന്നാണ് വരുന്നത് അല്ലേ. 720 എന്നാണ് വരുന്നത്, 720 ആണ്. നമുക്ക് ഈ 680 ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കി അങ്ങ് ചെയ്യാമായിരുന്നു, കാരണം ബാക്കി എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താ വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് എല്ലാം ചെയ്ത് നോക്കുക. എളുപ്പമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റുന്നതാണ്. സോ പെട്ടെന്ന് കിട്ടും. സോ 720 ആണ് ഇത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു 7 ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് ലെവൽസ് ആണ് പോയേക്കുന്നത്. കോഡിങ്, ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ, MOT, അങ്ങനെയുള്ള പല ബേസിലാണ് പോയേക്കുന്നത്. നമുക്ക് എക്സാംസ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന CHSL ആയിക്കോട്ടെ, അതേപോലെ CGL, പിന്നെ ഫേസ് അല്ലെങ്കിൽ സെലക്ഷൻ ഫേസ് എക്സാംസ് എല്ലാം വരുന്നുണ്ട്. സോ അതിനെല്ലാം റീസണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ മോക്കിൽ 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യം, നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നതെന്ന് നോക്കുക. അശ്രദ്ധ മൂലമാണോ അതോ അല്ല ചെയ്യുന്നതിൽ എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ക്ലിയർ ആവാത്തതുകൊണ്ടാണോ എന്ന് നോക്കുക. എന്നിട്ട് കണ്ടൻറ്റിൻ്റെ വീഡിയോ നോക്കി പഠിക്കുക. നമുക്ക് ഏതാണോ ഇതുള്ളത് എല്ലാ കണ്ടൻറ്റിൻ്റെ വീഡിയോസും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ അത് നോക്കി ഒന്ന് പഠിക്കുക. നമ്പർ സീരീസ് ആണെങ്കിൽ നമ്പർ സീരീസ്, കലണ്ടർ ആണെങ്കിൽ കലണ്ടർ. സോ ഏതാണ് നിങ്ങൾക്ക് വീക്ക് എന്ന് പറയുന്നത് അത് എപ്പോഴേ നികത്തി പോവുക. കാരണം ഇനി 2 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എക്സാമാണ്. CHSL എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇനി അധികം താമസിക്കാനില്ല, എല്ലാം പെട്ടെന്നായിരിക്കണം. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്താണ്? PMZA ആൻഡ് L എന്ന് പറയുന്നത് ഒരു 5 മെമ്പർ ഫാമിലിയാണ്. ആൻഡ് ഓൾ എക്സ്പെക്ട് L ആർ ഫീമെയിൽ. L മാത്രമേ അവിടെ എന്തുള്ളൂ ഫീമെയിൽ ആയിട്ടുള്ളൂ. Z ആൻഡ് L ആർ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആൻഡ് PMA ആർ ദ ചിൽഡ്രൻ. ഹൗ ഈസ് M റിലേറ്റഡ് ടു Z എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഒന്ന് ചെയ്ത് നോക്കൂ. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എന്താണിത്? ഇത് ഡയറക്റ്റ്ലി നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. എന്നാലും നമുക്കൊന്ന് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നോക്കാം. PMZA L എന്ന് പറഞ്ഞൊരു 5 മെമ്പർ ഫാമിലിയിൽ വരുന്നതാണ്. L മാത്രമേ അവിടെ എന്തുള്ളൂ ബോയ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ പുരുഷനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെയും ജെൻഡർ എന്താണ് ഫീമെയിൽ ആണ് അല്ലേ. L മാത്രമേ മെയിലായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് കിട്ടും. ബാക്കിയുള്ള എല്ലാം എന്താണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി പറഞ്ഞിട്ടുള്ള Z എന്ന് പറയുന്ന മാരി ചെയ്തേക്കുന്ന എന്തായിട്ടാണ്, ആരുമായിട്ടാണ്? എല്ലുമായിട്ടാണ്. Z L മാരിറ്റൽ സ്റ്റാറ്റസിലുള്ളവരാണ്. പിന്നെ PMA ആർ ദെയർ ചിൽഡ്രൻ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. PMA എന്ന് പറയുന്നത് അവരുടെ ചിൽഡ്രൻ ആണ്. ഇവരുടെ ജെൻഡർ എന്താണ് ശരിക്കും? ഒരാൾ മാത്രമേ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഫീമെയിൽ ആണ്. സോ ബാക്കി എല്ലാവരും എന്താണ് ഫീമെയിൽസ് ആണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? M റിലേറ്റഡ് ടു Z. Z-ഉമായിട്ട് എങ്ങനെയാണ് M റിലേറ്റ് ചെയ്തത്? എങ്ങനെയാണ്? ഇറ്റ്സ് എ ഡോട്ടറാണ് അല്ലേ. സോ Z-ഉമായിട്ട് M റിലേറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഡോട്ടറാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു 7 ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുക, കിട്ടുമോ എന്ന് നോക്കുക. ഇല്ല കിട്ടുന്നില്ല എങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഒന്ന് എവിടെയാണ് തെറ്റിയേക്കുന്നത് എന്ന് നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്പീഡ് മോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.